ഈ പ്രഭാതത്തെ എന്നെ ശ്രമിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിശ്ചല നാമത്തെ എന്റെ സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തുന്ന ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സഭാപ്രസംഗിക 9-ാം അധ്യായം 4-ാം വാക്യം. ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവനൊക്കെയും പ്രത്യാശയുണ്ട്, ചത്ത സിംഹത്തെക്കാൾ ജീവനുള്ള നായല്ലോ നല്ലത്. ദൈവവചനം പറയുന്നു, ചത്ത സിംഹത്തെക്കാൾ ജീവനുള്ള നായാണ് നല്ലത്. സിംഹം നല്ലതാണ്, ബലമുള്ളതാണ്, ഇരപിടിക്കാൻ സാമർഥ്യമുള്ളതാണ്. എന്നാൽ ചത്ത സിംഹത്തിന് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. എന്നാൽ ജീവനുള്ള നായാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് കുരയ്ക്കുവാനെങ്കിലും സാധിക്കും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ചത്ത സിംഹത്തെക്കാൾ ജീവനുള്ള നായല്ലോ നല്ലത്. നമ്മുടെ ദൈവം യേശു കർത്താവ് യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ്. അവൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും ഓരോ സിംഹക്കുട്ടികളാണ്. നാം നമുക്കുള്ള ബലം തിരിച്ചറിയണം, നമുക്കുള്ള കഴിവ് തിരിച്ചറിയണം. നാം ചത്ത സിംഹത്തെ പോലെ കിടന്നുറങ്ങാനുള്ളവരല്ല, നാം എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടവരാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ, ലോകത്തിൽ, സമൂഹത്തിൽ തിന്മകൾ വളരുമ്പോൾ, അനീതികൾ വളരുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കേണ്ട വ്യക്തികളാണ് നാം ഓരോരുത്തരും. നാം നമ്മുടെ നിലയും മനസ്സിലാക്കി, നമ്മുടെ ശക്തി മനസ്സിലാക്കി ദിവസങ്ങൾ നിൽക്കുന്നുവെങ്കിൽ ദൈവം നാം മഹത്വത്തിനായി കൂടുതൽ പ്രയോജനപ്പെടുവാനും അനേകരെ കർത്താവിന് വേണ്ടി നേടുവാനും ദൈവമായ കർത്താവ് സഹായിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ ശിംശോൻ എന്ന വ്യക്തിയെ കാണുന്നു. ശിംശോൻ നല്ല ബലമുള്ള മനുഷ്യനായിരുന്നു. ദൈവത്തിന്റെ ശക്തി അവനിന്മേൽ ഉണ്ടായിരുന്നു. ഫെലിസ്ത്യർക്ക് അവനൊരു പേടി സ്വപ്നമായിരുന്നു. എന്നാൽ ലോകസ്നേഹത്തിൽ മങ്ങി ദലീലയുടെ മടിയിൽ കിടന്ന് തൻ്റെ രഹസ്യം ചോർത്തി തൻ്റെ 7 ജടകൾ മുറിക്കപ്പെട്ടവനായി, ബലം നഷ്ടപ്പെട്ടവനായി കിടന്നുറങ്ങുന്ന സമയത്ത് ദലീല പറയുന്നു, ദാ ഫെലിസ്ത്യർ കടന്നു വരുന്നു, ശിംശോനെ എഴുന്നേൽക്കുക. സാധാരണ എഴുന്നേൽക്കുന്ന പോലെ സടകുഴിഞ്ഞ് എഴുന്നേൽക്കുവാൻ ശ്രമിച്ചുവെങ്കിലും തൻ്റെ ബലം നഷ്ടപ്പെട്ടതിനാൽ തനിക്കൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല. തന്നെ പിടിച്ച് കെട്ടുകയും കണ്ണുപൊട്ടിച്ച് ദാഗോന്റെ ക്ഷേത്രത്തിൽ മാവ് ഒഴിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം നമ്മെ ശോധന ചെയ്യുവാൻ, നമുക്കൊരു ഉൾക്കാഴ്ച തരുവാൻ, നമ്മളെ തന്നെ കണ്ട് മനസ്സിലാക്കി സാടകൊഴിഞ്ഞ് എഴുന്നേൽക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇതിന്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവനൊക്കെയും പ്രത്യാശയുണ്ട്. ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് എപ്പോഴും ഒരു പ്രത്യാശയുണ്ട്. അവർക്കൊരു ഭാവിയെ പറ്റിയുള്ളൊരു പ്രത്യാശയുണ്ട്. നാം ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതിൽ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയാണ്. ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ, നല്ല ശോഭനമായ ഭാവി ലഭിക്കുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ ലോകത്തിൽ മാത്രമാണ് നാം ആശ്രയിക്കുന്നെങ്കിൽ, അതിനപ്പുറത്തുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെപ്പറ്റി തിരിച്ചറിയുവാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം ധന്യമായി തീരും. ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവനൊക്കെ ഈ ഒരു പ്രത്യാശയുണ്ട്. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. യേശുക്രിസ്തുവിന് മാത്രമേ നമുക്ക് നിത്യമായ പ്രത്യാശ നൽകുവാനിടയായിട്ടു. കാരണം താൻ മാത്രമേ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. 1 പത്രോസ് 1:3 നമ്മൾ വായിക്കുന്നു, He has given us a new birth into living hope through the resurrection of Jesus Christ from the dead. മരിച്ചു വരുന്ന ഉയർത്ത യേശുക്രിസ്തു തന്നിലൂടെ നമുക്ക് ജീവനുള്ള ഒരു പ്രത്യാശയായ ഒരു ജീവന്റെ പുതുവഴി നമുക്ക് വേണ്ടി തുറന്നു. ആ ക്രിസ്തുവിൽ നമുക്ക് സമർപ്പിക്കാം. ജീവനുള്ള പ്രത്യാശയോടെ, ഒരു സിംഹക്കുട്ടിയായി, ശക്തിയോടെ ദൈവനാമത്തിനുവേണ്ടി പ്രവർത്തിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന നിന്റെ ജനതയുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം ധന്യമായി തീരുവാൻ, ജീവനുള്ള പ്രത്യാശയിൽ അന്ത്യത്തോളം വിശ്വസ്തയോടെ നിൽപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചാട്ടെ. മഹത്വം കർത്താവ് എടുത്താട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ.